ഹലോ. ഹലോ. ബീനെ പറ. അല്ല, ഇന്നലെ അവളെ റിസൾട്ട് വരണ. ഇന്ന് തന്നെ 2 മണിക്ക്. ഞാനത് തോൽക്കാൻ വേണ്ടിട്ടായിരുന്നു. ആ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. അവൾക്ക് ഫുൾ എ പ്ലസ് പറഞ്ഞതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കണില്ല. അത് പിന്നെ അങ്ങനെ തന്നെ വേണ്ട. ഇപ്പൊ ഫുൾ എ പ്ലസ് ഒന്നും കിട്ടിയിട്ടില്ലെന്ന് ആണെന്ന്. അതങ്ങനെ തന്നെ വരൂ, അതിൽ സംശയം ഒന്നും വേണ്ട. അല്ലാ പാല്. ഞാൻ എന്താ ചെയ്യാ? അമ്മ ഫുൾ എ പ്ലസ് ആണല്ലോ പ്രതീക്ഷിച്ചിരിക്കുന്നത്. എനിക്കറിയൂല. എടാ, അത് എനിക്ക് 8 എ പ്ലസ് ഉള്ളൂ. എനിക്ക് പേടിയാവുന്നുണ്ട്. അതിനെന്താ, 2 കുറവില്ലേ? എനിക്കിവിടെ 6 എ പ്ലസേ ഉള്ളൂ. എന്റെ വീട്ടുകാർക്ക് ഒന്നും പറഞ്ഞില്ല, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. എടി, അത് അങ്ങനെയല്ലല്ലോ. എന്നാലും ഉമ്മ അത്രയും പ്രതീക്ഷിക്കുമ്പോ എനിക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. ഉമ്മനെ ഫേസ് ചെയ്യാനൊക്കെ ഒരു മടി പോലെ. എടി, ഞാനേ എന്നാ പിന്നെ മെസ്സേജ് അയക്കാം. ഉമ്മ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പോട്ടെ അങ്ങോട്ടേക്ക്. എന്നാലും എൻ്റെ വീട്ടുകാർ ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ. മോളെ നീനു, 2 മണിയായല്ലോ, റിസൾട്ട് വന്നില്ലേ? തുറക്ക്, വാതിൽ തുറക്ക്. ഹലോ. ഹലോ. ബീനെ പറയൂ. അല്ല, ഓരോ റിസൾട്ട് ഇന്നലെ വരണ. ഇന്ന് തന്നെയാ 2 മണിക്ക്. അല്ല ബീനെ, നിന്നെ കുറച്ചായിട്ട് ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ. എന്നിട്ടെന്താ ഇപ്പൊ? അത് പിന്നെ തിരക്കല്ലോ. അല്ല, ചോദിക്കാൻ വിട്ടു, ഫുൾ എ പ്ലസ് ഉണ്ടാവൂലേ? എന്താ ബീനെ, റിസൾട്ട് വരുമ്പോഴുള്ള ഈ ചോദ്യത്തിനൊന്നും മാറ്റം വരാനായില്ലേ? അല്ല, ഇപ്പത്തെ കാലത്ത് ഫുൾ എ പ്ലസ് ഒന്നും ഇല്ലെങ്കിൽ നാണക്കേടല്ലേ? എന്റെ ബീനെ, നീ ഏത് കാലഘട്ടത്തിലായി ജീവിക്കണേ? ഈ മാർക്ക് ഉണ്ടായിട്ടൊന്നും മാത്രം കാര്യമല്ലല്ലോ. കുട്ടികളുടെ സ്വഭാവം നന്നാവണം, അതാ വേണ്ടത്. അതിൽ എന്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ മാർക്ക്, ഓൾ ഇവിടെ കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിക്കുന്നത് ഞാൻ കണ്ടതാ. ഇനി മാർക്ക് എന്തായാലും ഒരു കുഴപ്പമില്ല. അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എന്നാലും എന്നാലും ഇല്ല. ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടിക്കും ഇല്ലാത്ത പ്രശ്നം വേറെ ആർക്കാ? ഞാന് എന്നാ പിന്നെ വിളിക്കട്ടോ, കുറെ പണികൾ ബാക്കിയുണ്ട്. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. പേടിയാവുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഉമ്മ പറഞ്ഞത് കേട്ടപ്പോ
കുറച്ചൊരു സമാധാനമുണ്ട്. എന്തായാലും റിസൾട്ട് വരട്ടെ. ഓഫ്, സമാധാനായി. 8 A+ ഉണ്ടല്ലോ. ഞാൻ വേഗം പോയി ഉമ്മനോട് പറയട്ടെ. ഉമ്മ, എന്റെ റിസൾട്ട് വന്നു. എനിക്ക് 8 A+ ഉണ്ട്. ശരിക്കും ഞാനത് ചോദിക്കാനാ വന്നത്. നീ 2 മണി നേരമല്ലോ പറഞ്ഞേ. സന്തോഷായി.